പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഏരിയയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം വേണം സെക്കൻഡ് പാർട്ട് അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തു. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം. ചുവടെ കാണുന്ന ത്രികോണം നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള ആംഗിൾ ABP, BCQ, CAR എന്നീ ത്രികോണങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുക. അതായത് അവരൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അതുപോലെ വരയ്ക്കുക. അതിൽ A എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. 7 സെന്റിമീറ്റർ ബേസ്, 5 സെന്റിമീറ്റർ ഒരു സൈഡുള്ള ഒരു ട്രയാങ്കിൾ ആണ് അവർ തന്നിരുന്നത്. അതിൽ ഇനി ഈ പറയുന്ന 3 രീതികളിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ മാറ്റമില്ലാതെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ BAP 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആംഗിൾ BAP എടുക്കുമ്പോൾ അതിൽ ഏത് ആംഗിളാണ് 90 എടുക്കേണ്ടത്? ഈ സെൻട്രൽ വരുന്നത്, അതായത് A ആണ് നമുക്ക് 90 ഡിഗ്രി ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമുക്കപ്പോൾ BAC, ഇതിന്റെ BA രണ്ട് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു സൈഡ് B, അത് എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ABP ആണ് 90 ഡിഗ്രി കിട്ടേണ്ടത്. അതിൽ എയും ബിയും BAP ആണ് നമുക്ക് 90 ഡിഗ്രി കിട്ടേണ്ടത്. അതിൽ BA നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. P എന്നുള്ള പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ABയിൽ നിന്നും സിയിലേക്ക് ഒരു ഹൈറ്റ് ആദ്യം നമ്മൾ വരയ്ക്കണം. അല്ലെങ്കിൽ ഹൈറ്റ് വരച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് നേരത്തെ പാരലൽ ലൈൻ വരയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അത് വെച്ച് നിങ്ങൾ ഈ ABയിൽ സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ച് സ്കെയിൽ വെച്ച് ഇതിന്റെ പാരലൽ ലൈൻ സി കൂടി വരയ്ക്കണം. അതായത് ABക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ സി കൂടി വരയ്ക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം, എന്നാലും നമുക്ക് കറക്റ്റ് ഏരിയ കിട്ടത്തുള്ളൂ. നമ്മൾ പാരലൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് ഏതാണ് അറിയേണ്ടത്? ആംഗിൾ A 90 ഡിഗ്രി വരണം. ഞാൻ പറഞ്ഞു നമ്മൾ ആംഗിൾ BAP എടുക്കുമ്പോൾ അതിൽ സെന്ററിൽ വരുന്നത്, അതായത് A വേണം നമ്മൾ ആംഗിൾ എടുക്കാൻ. അപ്പോൾ A വേണം 90 ഡിഗ്രി വരാൻ. ഈ Aയിൽ നിന്നും 90 ഡിഗ്രി ഇവിടെ പ്രൊട്രാക്ട് കൊണ്ടുവച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി നമ്മൾ ആ പാരലൽ ലൈനിൽ കൊണ്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പോയിന്റ്. അപ്പോൾ ഈ ABയിൽ നിന്നും സിയിലേക്കുള്ള ഹൈറ്റും പിയിലേക്കുള്ള ഹൈറ്റും സെയിം ആണല്ലോ. അത് നമ്മുടെ ഏരിയയ്ക്കും വ്യത്യാസം വരുന്നില്ല. ഇനി നമ്മൾ ഈ Pയെ ബിയുമായിട്ട് ജോയിൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ആംഗിൾ BAP 90 ഡിഗ്രി ആയ ട്രയാങ്കിൾ. ഇതിന്റെ ഏരിയയും ആംഗിൾ ABCയുടെ ഏരിയയും സെയിം ആയിരിക്കും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആംഗിൾ BCQ 60 ഡിഗ്രി. അതായത് BCQ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Q എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ രണ്ട് ലൈനാണ്, ഈ BCക്ക് പാരലൽ ആയിട്ട് വേണം നമ്മൾ ഇനി ലൈൻ വരയ്ക്കാൻ. ജസ്റ്റ് ഞാൻ വേറെ ഫിഗറിലോട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആ സെയിം ട്രയാങ്കിൾ തന്നെ വേറെ ഒന്ന് മാറ്റി വരച്ചു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ആംഗിൾ BCQ = 90 ഡിഗ്രി, 60 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ എവിടെയാണ് 60 ഡിഗ്രി എടുക്കേണ്ടത്? സിയിലാണ് 60 ഡിഗ്രി എടുക്കുന്നത്. അതായത് ഇവിടെയാണ് നമുക്ക് 60 ഡിഗ്രി വരേണ്ടത്. ഓൾറെഡി ഈ ആംഗിൾ നമുക്ക് ആദ്യമേ 60 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുള്ള ഫിഗറിൽ ഉണ്ടായിരുന്നു. ഇനി ഈ ആംഗിൾ വേണം നമുക്ക് 60 ഡിഗ്രി എടുത്ത് വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ABക്ക് പാരലൽ ആയിട്ട് ലൈൻ വരച്ചിട്ടാണ് Aയിൽ ആംഗിൾ വന്നപ്പോൾ P എടുത്തത് അല്ലേ? അതുപോലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? BCക്ക് പാരലൽ ആയിട്ട് ലൈൻ എടുത്താലല്ലേ നമുക്ക് BCQ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ BCക്ക് പാരലൽ ആയിട്ട് Aയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. നമ്മൾ BCക്ക് പാരലൽ ആയിട്ട് Aയിൽ കൂടി ഒരു ലൈൻ വരച്ചു. ഈ ലൈനിലാണ് നമ്മുടെ
ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ വരയ്ക്കും? ക്യൂ വരയ്ക്കാനായിട്ട് ഇതാണ് സിയിലാണ് നമ്മൾ 60 ഡിഗ്രി എടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ സിയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവച്ചു 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് എയിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. 60 ഡിഗ്രി മാർക്ക് ചെയ്ത് എയിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഇതാണ് നമ്മുടെ പുതിയ ട്രയാങ്കിളിന്റെ സൈഡ് വരുന്നത്. അപ്പൊ നമുക്ക് ഏത് കിട്ടി? ക്യൂ എന്ന് പറയുന്ന സൈഡും ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ബിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ട്രയാങ്കിൾ കിട്ടിയല്ലോ. ബി സി ക്യൂ. സി എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി കിട്ടി. അതായത് ആംഗിൾ ബി സി ക്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയ പുതിയ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. എല്ലാവർക്കും മനസ്സിലായോ വരച്ചത്? ആദ്യം നമ്മൾ ബി സിക്ക് പാരലൽ ആയിട്ട് എയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് സിയിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി മാർക്ക് ചെയ്തു ആ പാരലൽ ലൈനിൽ കൊണ്ട് ജോയിൻ ചെയ്തു. ആ പോയിന്റും ബിയുമായിട്ട് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ എവിടെ വരും? എ നമുക്ക് ഇവിടെ ഉണ്ട്, സി ഇവിടെ, ആർ ആണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ വരയ്ക്കും? എ സിക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. അതായത് നമുക്ക് സിയിലാണ് വീണ്ടും 30 ഡിഗ്രി വരേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും എന്താണ് എ സിക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടി വേണം ലൈൻ വരയ്ക്കാൻ. അതായത് നമ്മുടെ ബേസ് വരുന്നത് എ സി ആണ്. അപ്പോൾ എ സിക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. അതായത് ഈ സിയിൽ തന്നെ വേണം ഇനിയും 30 ഡിഗ്രി വരാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? എ സിക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. അതായത് ഈ എ സിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്? ബിയിലോട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എ സിക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ച് സ്കെയിൽ ഉപയോഗിച്ച് ബിയിൽ കൂടി എ സിക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എ സിക്ക് പാരലൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് ഏതാണ് വേണ്ടത്? ആംഗിൾ എ സി ആർ. അപ്പോൾ എവിടെയാണ് എടുക്കേണ്ടത്? സിയിലാണ് നമ്മൾ 30 ഡിഗ്രി എടുക്കേണ്ടത്. അതായത് ഈ സിയിൽ കൊണ്ട് പ്രൊട്രാക്ടർ വെച്ച് 30 ഡിഗ്രി എടുക്കാം. പ്രൊട്രാക്ടർ നിങ്ങൾ ഇങ്ങനെ ഈ എ ബിക്ക് പാരലൽ, അതായത് എ ബിയിൽ കൊണ്ട് വെച്ചിട്ട് വേണം അങ്ങോട്ട് അളക്കാൻ. അതായത് പ്രൊട്രാക്ടർ ഇങ്ങോട്ട് വേണം പ്രൊജക്ട് ചെയ്തിരിക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾ ആംഗിൾ 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഏകദേശം 30 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ആർ എന്ന് പറയുന്ന പുതിയ പോയിന്റ് കിട്ടി. ഇനി അത് എയുമായിട്ട് ജോയിൻ ചെയ്ത് വരച്ചു. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 30 ഡിഗ്രി. നമ്മുടെ പുതിയ ട്രയാങ്കിൾ കിട്ടി. ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആയ പുതിയ ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയക്ക് സെയിം തന്നെ ആയിരിക്കും. കാരണം രണ്ടിന്റെയും എത്രയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതുകൊണ്ട് ആംഗിൾ എ ബി സിയുടെ ഏരിയയും ആംഗിൾ എ സി ആറിന്റെ ഏരിയയും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യം ആംഗിൾ ബി എ പി 90 ഡിഗ്രി ആയിരുന്നു വരയ്ക്കേണ്ടത്. അതിൽ നമ്മൾ ആദ്യം എന്താണ് എ ബിക്ക് പാരലൽ ആയിട്ട് സിയിൽ കൂടി ഒരു ലൈൻ വരച്ചു. കാരണം നമുക്ക് എയിലാണ് 90 ഡിഗ്രി കിട്ടേണ്ടത്. അതുകൊണ്ട് എ ബിക്ക് പാരലൽ ആയിട്ട് സിയിൽ കൂടി ഒരു ലൈൻ വരച്ചു. നമുക്ക് സെൻട്രൽ വരുന്നത് എ ആണ്. അപ്പോൾ എയിൽ വേണം നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ. അന്നേരം പ്രൊട്രാക്ടർ കൊണ്ടുവച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ആ പാരലൽ ലൈനിലോട്ട് കൊണ്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ പുതിയ പോയിന്റ് കിട്ടി പി. ആ പി എ ബിയുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ബി എ പി എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ഏരിയ എ ബി സിയുടെ ഏരിയക്ക് തുല്യമായിരിക്കും. കാരണം അതിന്റെ ഹൈറ്റ് തമ്മിൽ മാറുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു
ഏത് ട്രയാങ്കിൾ ആയാലും അതിന്റെ ഹൈറ്റും ബേസും സെയിം ആണെങ്കിൽ ഏരിയക്ക് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസും ഹൈറ്റും സെയിം തന്നെയാണ്. സോ അതിന്റെ ഏരിയക്ക് മാറ്റം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ആംഗിൾ BCQ വരച്ചു. അത് നമ്മൾ ആംഗിൾ C ആണ് 60 ഡിഗ്രി എടുക്കേണ്ടത്. അത് വരച്ചപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരച്ചത്? BCക്ക് പാരലൽ ആയിട്ട് എയിൽ കൂടി ഒരു ലൈൻ വരച്ചിട്ടാണ് നമ്മൾ C കൊണ്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്ത് വരച്ചു. അപ്പോൾ അതിന്റെ ഹൈറ്റ് സെയിം ആണ്. സോ ഏരിയ മാറുന്നില്ല. അടുത്ത നമ്മൾ മൂന്നാമത്തെ എടുത്തു. ആംഗിൾ ACR = 30 ഡിഗ്രി. അതിന് നമ്മൾ എന്ത് ചെയ്തു? ACക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടി ഒരു ലൈൻ വരച്ചു. എന്നിട്ട് സിയിൽ നിന്നും 30 ഡിഗ്രി മാർക്ക് ചെയ്ത് ആ പാരലൽ ലൈനിൽ കൊണ്ട് ജോയിൻ ചെയ്ത് R എന്ന പോയിന്റ് കിട്ടി. അതും എയുമായിട്ട് ജോയിൻ ചെയ്ത് നമ്മുടെ പുതിയ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ അതിന്റെ ഏരിയയും ABCയുടെ ഏരിയയും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ: ഒരു വൃത്തം വരച്ച് അതിലെ രണ്ട് ബിന്ദുക്കളും വൃത്തകേന്ദ്രവും മൂലകളായി ഒരു ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എല്ലാ മൂലകളും വൃത്തത്തിൽ തന്നെയായി വരയ്ക്കുക. അതായത് ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക. അതിന്റെ സെന്ററും ആ സർക്കിളിൽ തന്നെ രണ്ട് പോയിന്റും എടുത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ അത് എല്ലാ സൈഡും, അതായത് നമ്മൾ സെന്ററിൽ എടുത്ത പോയിന്റും മാറ്റി ആ ഒരു സൈഡിൽ തന്നെ, അതായത് ആ വൃത്തത്തിൽ തന്നെ ആക്കി മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആരം അല്ലെങ്കിൽ ഇഷ്ടമുള്ള റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. കോമ്പസിൽ നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് എടുക്കാം. നമ്മൾ ഒരു സർക്കിൾ വരച്ചു. നിങ്ങൾ കോമ്പസ് എടുത്ത് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ് എടുക്കാം. അതെടുത്ത് വരച്ചു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിലെ രണ്ട് ബിന്ദുക്കളും വൃത്തകേന്ദ്രം, അതായത് ഈ സർക്കിളിലുള്ള രണ്ട് പോയിന്റുകൾ, അത് എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആ രണ്ട്, അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടില്ലല്ലോ. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും നമുക്കൊരു രണ്ട് പോയിന്റ് എടുക്കാം. അപ്പൊ ഞാൻ രണ്ട് പോയിന്റ്, ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ രണ്ട് പോയിന്റ്, അതായത് ഈ സർക്കിളിൽ തന്നെയുള്ള രണ്ട് പോയിന്റുകളാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. സർക്കിളിൽ തന്നെയുള്ള രണ്ട് പോയിന്റ് എടുത്ത് നമ്മളൊരു ലൈൻ വരച്ചു AB. എന്നിട്ട് അതിനെ നമ്മൾ സെന്ററിലോട്ട് ജോയിൻ ചെയ്യുന്നു. സെന്ററിൽ നമ്മൾ O എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ABO എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതിലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ സർക്കിളിലുള്ള രണ്ട് പോയിന്റുകൾ തന്നെയാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ രണ്ട് പോയിന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ അതിന്റെ സെന്റർ ആണ് അടുത്തത് കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എല്ലാ മൂലകളും വൃത്തത്തിൽ തന്നെ വരയ്ക്കുക. അതായത് 3 വെർട്ടെക്സും ഈ സർക്കിളിൽ തന്നെ ആയിട്ട് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരയ്ക്കും? നമ്മൾ നേരത്തെ പഠിച്ചു. ഇതിന്റെ ഹൈറ്റ്, അതായത് ഇതിന്റെ ഹൈറ്റ് സെയിം ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചാൽ മതിയല്ലോ. ഇതിന്റെ ഹൈറ്റ് എടുത്ത് ഈ ABക്ക് പാരലൽ ആയിട്ട് പോയി കൂടെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആ ഹൈറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാമല്ലോ. എവിടെ വരച്ചാലും ഈ ABOയുടെ സെയിം ഏരിയ ഉള്ളൊരു ഒരു ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ABക്ക് പാരലൽ ആയിട്ട് Oയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. നമ്മൾ പാരലൽ ലൈൻ വരച്ചു. ABക്ക് പാരലൽ ആയിട്ട് Oയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു. ഇത് നമുക്ക് ഒരു ഇതും തന്നിട്ടില്ല, മെഷർമെന്റ്സ് ഒന്നും തന്നിട്ടില്ല, ആംഗിളോ ലെങ്തോ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ് എടുത്ത് വരയ്ക്കാം. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിലെ ഈ സർക്കിൾ, ഈ ട്രയാങ്കിളിന്റെ 3 പോയിന്റ്സും ഈ സർക്കിളിൽ തന്നെ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമുക്ക് ഈ പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റ് എടുക്കാം. ഈ രണ്ട് പോയിന്റിലൂടെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്ന ബാക്കി ഈ പാരലൽ ലൈനിലുള്ള ബാക്കി എല്ലാ പോയിന്റ്സും സർക്കിളിനുള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതെടുക്കാൻ പറ്റില്ല. സോ ഒന്നെങ്കിൽ ഈ എയുടെ അതേ സൈഡിലുള്ള ഈ പോയിന്റോ അല്ലെങ്കിൽ ബിയുടെ സൈഡിലുള്ള ഈ പോയിന്റോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നമുക്ക് സർക്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരയ്ക്കാം.
എന്താ ഞാനിപ്പോ ബിയുടെ അടുത്തുള്ള ഈ പോയിന്റ് എടുത്തു. എയിൽ നിന്നും നമ്മൾ ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചു. ഇവിടെ സി എന്ന് കൊടുക്കാം. അതിനെ നമ്മൾ ബി യുമായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പൊ എന്താണ്, ഈ ട്രയാങ്കിൾ എ ബി ഒയുടെ ഹൈറ്റും എ ബി സിയുടെ ഹൈറ്റും സെയിം തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ഏരിയയും സെയിം തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എ ബി വരച്ചു. എ ബിക്ക് പാരലലായിട്ട് ഓയിൽ കൂടി മറ്റൊരു ലൈൻ വരച്ചു. ഓ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആണ്. സർക്കിളിന്റെ സെന്ററിൽ കൂടി അടുത്തൊരു ലൈൻ വരച്ചു. ആ രണ്ട് ലൈനും സർക്കിൾ എവിടെയാണ് തമ്മിൽ ജോയിൻ ചെയ്തെന്ന് നോക്കണം. ആകെ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ പാരലൽ ലൈൻ സർക്കിളിൽ ജോയിൻ ചെയ്യുന്നത്. ഈ 2 പോയിന്റിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് ട്രയാങ്കിൾ വരയ്ക്കാം. നമ്മൾ ഒരു പോയിന്റ് എടുത്തു, അതിനെ എ യുമായിട്ടും സി യുമായിട്ട് ജോയിൻ ചെയ്തു, അടുത്ത ട്രയാങ്കിൾ വരച്ചു. അപ്പം ട്രയാങ്കിൾ എ ബി ഒയുടെയും എ ബി സിയുടെയും ഏരിയ സെയിം തന്നെ ആയിരിക്കും. കാരണം ഈ 2 ട്രയാങ്കിളിന്റെയും ഹൈറ്റ് സെയിം ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2 വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആയ പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? അതായത് തുല്യമല്ലാത്ത എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? അതുപോലെ തന്നെ പരപ്പളവ് 24 അതായത് 24 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ എങ്ങനെ വരയ്ക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 2 സൈഡ്സ് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 2 സൈഡ്സും പരപ്പളവ് 12 സെന്റിമീറ്റർ, ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയറും ആയ എത്ര ട്രയാങ്കിൾ വരയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ജസ്റ്റ് ബേസ് 8 സെന്റിമീറ്റർ ആയിട്ട് ഒരു ലൈൻ വരച്ച് നോക്കാം. എട്ട് സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വരയ്ക്കണമെങ്കിൽ എങ്ങനെയാണ്? 12 സെന്റിമീറ്റർ തന്നെ ഏരിയയും കിട്ടണം. അപ്പൊ നമുക്ക് ഇതിന് എ ബി എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏരിയ തന്നിട്ടുണ്ട്, 2 സൈഡും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് വരയ്ക്കാൻ പറ്റുമോ? കാരണം ആംഗിൾ തന്നിട്ടില്ല, വേറൊരു ഡേറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ, ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അതാണ് നമുക്ക് എത്ര വന്നിരിക്കുന്നത്? 12 എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബേസ് എത്രയാണ് എടുത്തേക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ബേസ് 8 സെന്റിമീറ്റർ ആക്കി എടുത്തു. അതായത് ഹാഫ് ഇൻറ്റു ബേസ് 8 ഇൻറ്റു ഹൈറ്റ് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ഈ ഹൈറ്റ് കിട്ടിയാല് നമുക്ക് ആ ഹൈറ്റ് വെച്ച് ഒരു പാരലൽ ലൈൻ വരച്ച് അതിലേക്ക് എത്രയാണ് 6 സെന്റിമീറ്റർ ജോയിൻ ചെയ്ത് നമുക്ക് ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കാലോ. പക്ഷെ നമുക്ക് ഹൈറ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഈ ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു ആണ് നമുക്ക് 12 എന്ന് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കും. ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ 8ഉം 2ഉം കൂടെ വെട്ടാം. എത്ര വരും? 4. അപ്പം 4 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 12. ഇനി ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൈറ്റ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 4. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു, അത് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആണ്. അപ്പൊ 12 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഒരു സൈഡ് ബേസും കിട്ടി, ഹൈറ്റും കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാമല്ലോ. അതായത് എങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചത്? നമ്മൾ ബേസ് 8 സെന്റിമീറ്റർ ആക്കി എടുത്തു, അതിലേക്ക് നമ്മൾ ആ ഏരിയയുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ബേസ് ഉണ്ട്, ഏരിയയും ഉണ്ട്, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ച് നമ്മൾ എന്താണ് ഏരിയയെ ഈ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 സെന്റിമീറ്റർ എന്ന് കിട്ടി ഹൈറ്റ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ 3 സെന്റിമീറ്റർ എടുത്ത് ഈ എ ബിക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാമല്ലോ. 3 സെന്റിമീറ്റർ എടുക്കുക. അതായത് ഇവിടെ സെറ്റ് സ്ക്വയർ കൊണ്ടുവയ്ക്കുക. സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ച് സ്കെയിലിൽ ഇവിടുന്ന് 3 സെന്റിമീറ്റർ എടുത്ത് വെക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ മുകളിലേക്ക് ഉയർത്തി ആ ലൈൻ കംപ്ലീറ്റ് ആക്കുക. അപ്പൊ ഇവിടുന്ന് 3 സെന്റിമീറ്റർ എടുത്ത് നമ്മളൊരു പാരലൽ ലൈൻ വരച്ചു. ഇത് എത്രയാണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്? 3 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഇനി എന്താ നമ്മളിത് പറഞ്ഞിരിക്കുന്നത്? ഒരു സൈഡ് അതായത് ബേസ് നമ്മൾ 8 എന്ന് എടുത്തു. ഇനി നമുക്ക് അടുത്ത സൈഡ് എത്രയാണ് കിട്ടേണ്ടത്? 6 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എയിൽ നിന്നോ ബിയിൽ നിന്നോ 6 സെന്റിമീറ്റർ എടുത്ത് ഈ എന്താണ് നമ്മുടെ ഈ പാരലൽ ലൈനിൽ കൊണ്ട് ജോയിൻ ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഈ
ഈ പറഞ്ഞ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. നമ്മൾ എയിൽ നിന്ന് ഒരു 6 സെന്റിമീറ്റർ ആംഗിൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു 6 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യുക. എ ബി സി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഒരു റെക്ടാങ്കിൾ കിട്ടി. ഈ എ ബിയിൽ നിന്നും ഈ പാരലൽ ലൈനിലേക്ക് എങ്ങനെയാണ് നമ്മൾ കോമ്പസിൽ ഒരു 6 സെന്റിമീറ്റർ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഈ എയിൽ കൊണ്ടുവച്ച് പാരലൽ ലൈനിൽ ഒരു ആർക്ക് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ കിട്ടും. അത് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിലുള്ള, അതായത് 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് അപ്പൊ ഇത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 6 സെന്റിമീറ്റർ. ഏരിയ ഈക്വൽ ടു എത്രയാണ്? ഇത് നമുക്ക് ഹൈറ്റ് എത്ര 3 എന്നല്ലേ കിട്ടിയേക്കുന്നത്. മറ്റേ പോലെ തന്നെ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 എത്രയാണ് വരുന്നത്? 4 ഇൻറ്റു 3 ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ 8 സെന്റിമീറ്റർ ബേസ് എടുത്താണ് വരച്ചത്. ഇനി നമുക്ക് 6 സെന്റിമീറ്റർ ബേസ് എടുത്താലും ഈ സെയിം ഏരിയയിലുള്ള ഒരു ട്രയാങ്കിൾ വരച്ചൂടെ? അതായത് എ സിക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടി ഒരു ലൈൻ വരച്ചാലും നമുക്ക് കിട്ടുമല്ലോ 12 സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ, 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ട്രയാങ്കിൾ. ഇപ്പൊ നമ്മള് 8 സെന്റിമീറ്റർ ബേസ് എടുത്താണ് ആദ്യം വരച്ചത്. ഇനി നമുക്ക് 6 സെന്റിമീറ്റർ ബേസ് എടുത്ത് വരച്ചു നോക്കാം. 6 സെന്റിമീറ്റർ എ ബി, 6 സെന്റിമീറ്റർ ബേസ് നമുക്ക് കിട്ടി. ഏരിയ എത്ര തന്നെയാണ്? ഏരിയ സെയിം തന്നെയാണ്, 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ നമുക്ക് ബേസ് അറിയാം, ഹൈറ്റ് ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിൽ നമുക്ക് ബേസ് അറിയാം, ഏരിയയും അറിയാം. ഹാഫ് ഇൻറ്റു ബേസ് എത്ര ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത്? 6 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഈ 6 2 കൂടെ വെട്ടി 3 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ. എത്ര വരും? ഹൈറ്റ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3. അതായത് നേരത്തെ പറഞ്ഞു ഇവിടെ ഇൻറ്റു ആയിരുന്നു, അത് റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ഡിവൈഡഡ് ബൈ ആയി. അപ്പം 12 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 4 സെന്റിമീറ്റർ. അപ്പൊ 4 സെന്റിമീറ്റർ ആണ് നമുക്ക് ഈ 6 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ എ ബിയിൽ കൊണ്ട് സെറ്റ് സ്ക്വയർ വെച്ചു. സ്കെയിലിൽ എത്ര എടുക്കണം? 4 സെന്റിമീറ്റർ എടുക്കണം. 4 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? കോമ്പസ് എടുത്ത്, കോമ്പസിൽ എത്ര എടുക്കണ്ടേ? ഇവിടെ നമ്മള് 6 സെന്റിമീറ്റർ ആണ് ബേസ് എടുത്തത്. അപ്പൊ ഇനി എത്ര എടുക്കാനുള്ളത്? 8 സെന്റിമീറ്റർ എടുത്ത് കോമ്പസിൽ നിങ്ങൾ 8 സെന്റിമീറ്റർ അളന്നെടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഈ പാരലൽ ലൈൻ കൊണ്ടൊരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് അത് ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പൊ 6 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഇതിന്റെ ഏരിയയും 12 സെന്റിമീറ്റർ ആയിരിക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ബേസ് 6 സെന്റിമീറ്റർ കിട്ടി. ഹൈറ്റ് എത്രയായിരുന്നു കിട്ടിയത്? 4 സെന്റിമീറ്റർ കിട്ടി. അതിലേക്ക് നമ്മൾ ആർക്ക് വരച്ചു, 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ കിട്ടി. ഇനി വേണമെങ്കിൽ ജസ്റ്റ് അതിന്റെ ഏരിയ കൂടി നമുക്കൊന്ന് നോക്കാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരമാണ് എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ. അതായത് പാദവശം, അതായത് ബേസ് 6, ഹാഫ് ഇൻറ്റു ബേസ് 6 ഇൻറ്റു ഹൈറ്റ് 4. 6 ഇൻറ്റു കൂടെ പോകുമ്പോൾ എത്രയാണ്? 3 ഇൻറ്റു 4 12 സെന്റിമീറ്റർ സ്ക്വയർ. അതിന്റെ ഏരിയ നമുക്ക് 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ കിട്ടി. അപ്പൊ നമ്മള് 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ബേസ് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ഉള്ള 2 ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്ക് എവിടെയെങ്കിലും 8 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാൻ പറ്റുമോ? വേണമെങ്കിൽ ഈ ബിയിൽ നിന്ന് 8 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം, അല്ലാതെ വേറെ വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളതാണ് കണ്ടുപിടിച്ചത്. ഇനി 24 സെന്റിമീറ്റർ സ്ക്വയർ, അതായത് വശങ്ങള് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ തന്നെ വെച്ച് ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ എങ്ങനെ വരയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്ക് അങ്ങനെ നോക്കാം. വശങ്ങള് 8ഉം 6ഉം തന്നെയാണ്. അപ്പൊ നമ്മള് ഒരു സൈഡ് 8 സെന്റിമീറ്റർ തന്നെ എടുത്തു. ആദ്യം എ ബി 8 സെന്റിമീറ്റർ എടുത്തു ബേസ്. ഇനി എന്താണ്, നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ ഹൈറ്റ് കണ്ടുപിടിച്ചാലേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു എത്ര വന്നിരിക്കുന്നത്, 24 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, 8 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ സ്ക്വയർ. 8ഉം 2ഉം എത്രയാണ്, 4. 4 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 24. അപ്പൊ ഹൈറ്റ് എത്രയാണ് വരുന്നത്, 24 ഡിവൈഡഡ് ബൈ 4. എത്രയാണ്, ഹൈറ്റ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു സൈഡ്സ് എത്രയാണ് വേണ്ടത്, 8ഉം 6ഉം ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടിയത് എത്രയാണ്, 6 തന്നെയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് സ്ക്വയർ വെച്ചൊരു 6 സെന്റിമീറ്റർ എടുത്ത് ഒരു പാരലൽ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ കോമ്പസ് എടുത്ത് 6 സെന്റിമീറ്റർ വരച്ച് ഒരു ആർക്ക് വരയ്ക്കണം. നമ്മൾ കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്ത് ഈ പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എവിടെയാണ് കറക്റ്റ് ഒരു മട്ടത്രികോണമായിട്ട്, അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ടേ കിട്ടത്തുള്ളൂ. കാരണം എന്താണ്, എയിൽ നിന്നും 6 സെന്റിമീറ്റർ ആണ് ഈ പാരലൽ ലൈനിന്റെ ഹൈറ്റ് വരുന്നത്. ഇനി നമ്മൾ 6 സെന്റിമീറ്റർ എടുത്ത് ആർക്ക് വരച്ചാലും ഇവിടെ ഈ 90 ഡിഗ്രി വരുന്ന ജോയിൻ ചെയ്യുന്നിടത്തേ വരത്തുള്ളൂ. നമ്മൾ ചരിച്ച് വരയ്ക്കുകയാണെങ്കിലും ആ ആർക്ക് എവിടെ വരും, ഈ പാരലൽ ലൈൻ ഉള്ളിലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് 6 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളേ കിട്ടത്തുള്ളൂ. അപ്പം എയിൽ നിന്നും 90 ഡിഗ്രി മാർക്ക് ചെയ്തു, 6 സെന്റിമീറ്റർ എടുത്തു. നിങ്ങള് പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കണമെന്നില്ല, കോമ്പസ് എടുത്ത് ജസ്റ്റ് 6 സെന്റിമീറ്റർ എടുത്ത് നിങ്ങൾ തന്നെ ഒരു ആർക്ക് വരച്ച് നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും കറക്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് പിന്നെ വേറെ എങ്ങും ഒരാർക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഈ ലൈനിൽ എങ്ങും കിട്ടില്ല. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും എന്താണ് ലൈനിന്റെ, അതായത് ഈ എ സി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. സോ നമുക്ക് എത്രയാണ്, 6 സെന്റിമീറ്റർ മാക്സിമം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളെ കിട്ടത്തുള്ളൂ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഹൈറ്റ് കിട്ടിയത് 6 സെന്റിമീറ്റർ ആണ്, ബേസ് എടുത്തേക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും വശങ്ങളുള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കാനാണ്. അപ്പൊ എന്താണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് ആണ് നമുക്ക് എത്ര കിട്ടിയത്, 6 സെന്റിമീറ്റർ. നമ്മൾ ഇനി ട്രയാംഗിൾ വരച്ചാലും ആ 6 സെന്റിമീറ്റർ ഹൈറ്റിനുള്ളിൽ നിന്ന് തന്നെ 6 സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ വേണം നമ്മൾ വരയ്ക്കുന്ന എല്ലാ ട്രയാംഗിളിലും കിട്ടാൻ. അപ്പോൾ 6 സെന്റിമീറ്റർ ഹൈറ്റും വരണം, ഒരു സൈഡിന്റെ ലെങ്തും 6 സെന്റിമീറ്റർ തന്നെ വരണം. നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് കോമ്പസിൽ ഒരു 6 സെന്റിമീറ്റർ എടുത്തു, ഒരു ആർക്ക് വരച്ചാൽ എവിടെയാണ് കറക്റ്റ് ഈ സി എന്ന് പറയുന്നത് ഈ എ ബിക്ക് ലംബമായിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും കിട്ടുന്നത്. നമ്മളിപ്പം എന്താണ് ഇവിടെ കോമ്പസ് എടുത്തു, 6 സെന്റിമീറ്റർ എടുത്തു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇനി അതിനെ ഇങ്ങനെ വരച്ചാൽ എന്താണ് ഈ ഒരു പാരലൽ ലൈൻ നമുക്ക് കിട്ടത്തില്ല, കാരണം അത് റൗണ്ടി വരുമ്പോൾ താഴോട്ടേ വരും. അതായത് നമ്മളിപ്പം ഈ സിയിൽ നിന്ന് മാറ്റി ഇവിടെ വരയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ എന്താണ് ഇങ്ങനല്ലേ വരുന്നത്. അപ്പം ഈ ആർക്ക് എന്ന് പറയുന്നത് ഈ പാരലൽ ലൈനിന്റെ അകത്തേ നിൽക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തൊന്നും വരയ്ക്കാൻ പറ്റില്ല. കറക്റ്റ് ഈ 90 ഡിഗ്രി എടുത്താണ് വരയ്ക്കുന്നത്. ഇപ്പൊ ബിന്ന് എടുത്താലും സെയിം തന്നെയാണ്. കറക്റ്റ് ഈ ബിയിൽ നിന്നും 90 ഡിഗ്രി എടുത്തേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി അതായത് വേറെ ഈ പാരലൽ ലൈനിൽ വേറെ എവിടെയെങ്കിലും വരച്ചാൽ ഈ എ സി എന്നുള്ള സൈഡിന് 6 സെന്റിമീറ്റർ കൂടുതൽ ലെങ്ത് വരും. നമ്മൾ 8 സെന്റിമീറ്റർ ബേസ് എടുത്ത് ഇപ്പം ഒരു ട്രയാംഗിൾ വരച്ചു. ഇനി എന്താണ് 6 സെന്റിമീറ്റർ ബേസ് എടുത്ത് നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ 6 സെന്റിമീറ്റർ ബേസ് എടുത്തു എ ബി. ഞാനാണ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 24. ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 24. 3 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 24. ഹൈറ്റ് ഈക്വൽ ടു 24/3 ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ കിട്ടി. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് നമ്മൾ 8 സെന്റിമീറ്റർ ഹൈറ്റ് എടുത്തൊരു പാരലൽ ലൈൻ ഇവിടെ വരച്ചു. 8 സെന്റിമീറ്റർ ഹൈറ്റ്. ഇനി എന്ത് ചെയ്തു, നമ്മൾ
കോമ്പസിൽ 8 സെന്റിമീറ്റർ അളന്ന് ഇവിടെ കൊണ്ടൊരു ആർക്ക് വരച്ചാൽ കറക്റ്റ് എവിടെയാണ് വരുന്നത്? ഈ 90 ഡിഗ്രിയിൽ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ നമ്മൾ 8 സെന്റിമീറ്റർ ബേസ് എടുത്തപ്പോൾ എത്രയാണ് വന്നത്? 6 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വന്നത്. അതുപോലെ ഇനി 6 സെന്റിമീറ്റർ ബേസ് എടുക്കുമ്പോൾ എത്ര വരും? 8 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. അപ്പോഴും നമുക്ക് എത്രയാണ്? മാക്സിമം ഹൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് 8 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഹൈറ്റ് എത്രയാണ്? 8 സെന്റിമീറ്റർ തന്നെയാണ്. സോ ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് വേറെ മാറ്റി വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതും നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ 8 സെന്റിമീറ്റർ എടുത്ത് കോമ്പസ് എടുത്ത് വരച്ചാൽ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്നതോറും എന്താണ്? അങ്ങോട്ട് മാറി പോകുന്നതോറും ഇത് സർക്കിൾ അല്ലേ, അപ്പൊ ഇങ്ങനെ താഴോട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് ഈ ലൈനിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? കറക്റ്റ് ഇതിന് 90 ഡിഗ്രി ആയിട്ട് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ബിയിൽ നിന്ന് വരച്ചാലും സെയിം തന്നെയാണ്. എന്താണ്? ബിയിൽ നിന്ന് 8 സെന്റിമീറ്റർ എടുത്ത് വരച്ചാലും കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കും നമുക്ക് എത്രയാണ്? 8 സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടുന്നത്. അത് നമുക്ക് എയിൽ നിന്ന് ജോയിൻ ചെയ്താലും പറ്റും. പിന്നെ ഇതിന് ഏത് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാനും പറ്റില്ല. കാരണം എന്താണ്? അകത്തോട്ടായിരിക്കും ആദ്യം വരുന്നത്. അല്ലെങ്കിൽ ഈ പാരലൽ ലൈനിൽ തന്നെ വരച്ചാൽ എന്താണ്? ആ ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് കൂടുതലായിരിക്കും വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ വരെ ഉള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ഐ ഡി ഉണ്ട്, അതിൽ പറയാം. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ട്രയാങ്കിൾ വരയ്ക്കാൻ എങ്ങനെയാണ്, ആംഗിൾ തന്നാൽ എങ്ങനെ ആംഗിൾസ് മാറ്റി വരയ്ക്കാന്നുള്ളത് പഠിച്ചു. പിന്നെ സൈഡ്സ് തന്നാൽ എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാന്ന് പഠിച്ചു. പിന്നെ ഒരു സർക്കിളിനുള്ളിൽ എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാമെന്നും പഠിച്ചു. ഇത്രയും കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.